ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല. ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് മരണപ്പെട്ടു കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടവും അതേപോലെ എന്താ പറയുക, എന്തൊക്കെയോ വല്ലാത്തൊരു അസ്വസ്ഥതയും വിഷമം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വീഡിയോ ഇടാനൊന്നൊരു മൂഡ് കിട്ടിയില്ല കേട്ടോ. അതാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ തലേ ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ്. അതായത് ഞായറാഴ്ച കേട്ടോ. ഞായറാഴ്ച നമുക്ക് പാലപ്പത്തിന് ഓർഡർ ഉണ്ടായിന് 150 പാലപ്പം അതിലേക്കുള്ള ചിക്കൻ കറിയും. അപ്പോൾ ഇത് നമുക്ക് ഓർഡർ തന്നത് പിന്നെ അവരെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അനാഥാലയത്തേക്കുള്ള ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഉണ്ടാക്കി കൊടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഒരു കൊടുക്കാമെന്ന് പറഞ്ഞതിന്. അപ്പോൾ അത് നമുക്ക് ഒരു ഓർഡർ തന്നതും ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അതിൻ്റെ തലേ ദിവസം അരിയൊക്കെ വെള്ളത്തിലിട്ട് മാവൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഞായറാഴ്ചയാണ് നമുക്ക് രാവിലെ ഫുഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് കേട്ടോ വൈകുന്നേരം അരിയൊക്കെ വെള്ളത്തിലിട്ടൊക്കെ റെഡിയാക്കിനി. ഇപ്പോൾ ഞാൻ മാവ് കൂട്ടി വെക്കുന്നത് ഒരു 7 മണി 7:30 ആയ ടൈമിലാണ്. പിന്നെ നമ്മളെ പാലപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമല്ലോ. അധികം നമ്മളെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. ഞാൻ ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി നമ്മളെ വീഡിയോയിൽ അധികം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ 150 പാലപ്പത്തിന് എത്ര അരി എടുക്കണം അങ്ങനെയൊക്കെ ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ 5 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 5 കിലോ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും, തേങ്ങ ഒരു 2.5 തേങ്ങ പാലപ്പത്തേക്ക് എടുത്തിട്ടുണ്ടായിന്. പിന്നെ പഞ്ചസാര, ഈസ്റ്റ്, അതേപോലെ തന്നെ ചോറ് ഞാൻ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാട്ടോ. അന്ന് നമുക്ക് തേങ്ങാച്ചോറ് കഴിഞ്ഞു. അപ്പോൾ തേങ്ങാച്ചോറ് ഇതൊക്കെ ഇടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ നല്ല അരിൻ്റെ ചോറ് തന്നെ വേവിച്ച് എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പം നമ്മൾ പാലപ്പം ചുടുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരും ചിലപ്പോൾ. ഈ റേഷൻ കടയിലത്തെ അരിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കുറച്ച് അധികമൊക്കെ നമ്മൾ ഇതേപോലെ മാവ് ഉണ്ടാക്കുമ്പോഴേ ഒരു ഒട്ടലൊക്കെ വരും. അപ്പോൾ ഞാൻ നല്ല അരി തന്നെ വേവിച്ചെടുത്ത് ആ അരിൻ്റെ ചോറാണ് കേട്ടോ ഇതിക്ക് അരച്ച് കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ മാവ് ഇതാ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ചൂടുള്ള ചോറാട്ടോ. അപ്പോൾ ഞാനൊന്ന് പരത്തി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാട്ടോ അരിയൊക്കെ വലിയ ചെമ്പിൽ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ജാർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഒരു 8 ജാറുണ്ടായിന് കേട്ടോ അരി അരക്കാൻ. അപ്പോൾ അങ്ങനെ കറക്റ്റ് കണക്ക് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എന്നോട് ചോദിക്കലുണ്ട് കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ കൂട്ടുകാർ. ഇപ്പം 50 പാലപ്പത്തിനാണെങ്കിലും 100 പാലപ്പത്തിനൊക്കെ ആണെങ്കിലൊക്കെ എത്രയാണ് അരി എടുക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതിപ്പോൾ 150 പാലപ്പത്തിനുള്ള അളവാട്ടോ ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ ഞാൻ അരിയൊക്കെ അരച്ചെടുക്കുന്നുണ്ട്. അരിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചോറും അതേപോലെ തേങ്ങ ചിരവിയതും ഈസ്റ്റും പഞ്ചസാരയും ഒക്കെ കൂടെ ഇട്ടിട്ട് അങ്ങനെ ഓരോ ജാർ അങ്ങനെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ജാർക്കുള്ള ഈസ്റ്റും പഞ്ചസാരയൊക്കെ ആ ഒരു ടൈമിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈസ്റ്റ് ചേർക്കാൻ അതിങ്ങോട്ട് പൊങ്ങി വരില്ല. പിന്നെ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതും അല്ലേ, മാവ് പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം ശരിയാവില്ല. അപ്പോൾ ഞാൻ ഈസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെമ്പിൽ കുറച്ച് മാവ് ഉണ്ടാക്കി, പിന്നെ വേറൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് അതിലും കുറച്ച് മാവ് ഉണ്ടാക്കി. അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ ഇത് പുറത്തേക്ക് ഒലിച്ച് പോവും നല്ലോണം നൊരഞ്ഞ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പകുതി ഇല്ല കേട്ടോ, ഒരു 1/4 ഭാഗത്തിന് മേലെയായിട്ട് മാവ് ഉണ്ട്. പിന്നെ വേറെ മറ്റേ പാത്രത്തേക്ക് ആക്കി കൊടുത്തു. ഇങ്ങനെയൊക്കെ ഓരോ അബദ്ധങ്ങൾ എനിക്ക് പറ്റലുണ്ട് കേട്ടോ. നമ്മളിതിൽ അടച്ചു വെക്കുമ്പോൾ മാവ് കുറേ പുറത്തേക്ക് ഒലിച്ചു പോവും. അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കും വേണ്ട. അതേപോലെ പുറത്തേക്ക് പോയ മാവ് പിന്നെ നമുക്ക് എടുക്കാനും പറ്റില്ലല്ലോ. അപ്പം അരി ഞാൻ അരച്ചെടുത്തിട്ട് കയ്യിലോണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തതല്ലേ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഉപ്പ് ഇട്ടാണ്ട് അങ്ങനെ ഇളക്കി അടച്ചു വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തതും അതേപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടാണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്, ഇളക്കി കൊടുത്തിട്ട്. പിന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി ഞാൻ ചിക്കൻ വേവിച്ച് വെക്കുകയാണ് രാത്രിയിൽ. ചിലപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടാണ് കറി ഉണ്ടാക്കൽ. ഇതിപ്പോൾ ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ച് നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന കറിയില്ലേ, അങ്ങനത്തെ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അനാഥാലയത്തേക്കല്ല കേട്ടോ, ഞാൻ വൃദ്ധസദനമാണ് തോന്നുന്നുണ്ട്, അവിടേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രായമായ ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കറികൾക്കൊക്കെ ഇഷ്ടം തേങ്ങയൊക്കെ വറുത്തരച്ച കറിയില്ലേ, അങ്ങനത്തെ കറി. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തത് 4 കിലോ ചിക്കനാണ്. പിന്നെ അതിലേക്ക് സവാള കട്ട് ചെയ്തതും അതേപോലെ തക്കാളി കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും
ഒക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ നോക്കുമ്പം കുറച്ചുള്ളൂ കേട്ടോ, ഒരു 2 അല്ലിയേ കിട്ടിയുള്ളൂ. പിന്നെ രാത്രിയല്ലേ, ആ ഒരു സമയത്ത് പിന്നെ പുറത്ത് പോയി കറിവേപ്പിൻ്റെ എടുക്കാൻ പോകാനും കഴിയില്ലല്ലോ. അപ്പം നമുക്ക് രാവിലെ കറി തൂമിക്കുമ്പം അപ്പം ഇനി നല്ലോണം കറിവേപ്പിൻ്റെ കിട്ടാണ്ട് അങ്ങനെ തൂമിക്കുക. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതാ മസാലപ്പൊടികളും ചേർക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ടോ, പിന്നെ പോലെ കുറച്ച് കുരുമുളക് പൊടിയും വലിയ ജീരകം പൊടിച്ചതും. ഇനി ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഒരു 1/2 പാക്കറ്റ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പം കറിയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് നമ്മൾ ടേസ്റ്റൊക്കെ നോക്കുമല്ലോ, ആ ഒരു സമയത്ത് എരിവോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. മുളക് പൊടി ഞാൻ അധികം കാശ്മീരി മുളക് പൊടി എടുത്തത്, എരിവുള്ള മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പച്ചമുളകിൻ്റെ എരിവും ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് എരിവായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കറിക്കൊക്കെ ഒരു കുത്തലേക്കാരം. അപ്പോൾ നോക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി കൈ കൊണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണേ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കൂട്ടോ. നമുക്ക് രാവിലെ 7 മണിയാകുമ്പോഴത്തേന് ഇത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ ഇത് വേവിച്ചെടുക്കണത്. മറ്റേത് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എണീക്കുക. ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാനൊരു പേടിയാണ്. പിന്നെ എപ്പോഴും കുട്ടികളെ ഹസ്ബൻഡിനൊക്കെ വിളിച്ചാണ്ട് അപ്പോൾ അതൊരു ഗതികേട്. അപ്പോൾ ഞാൻ പിന്നെ പാലപ്പം ചൂടും, അതകത്തുനിന്നാണല്ലോ ചൂടുക. പിന്നെ നേരമൊക്കെ വെളുത്തിട്ട് ഇരുട്ടൊക്കെ പോയിട്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാനേ ഉണ്ടാവുള്ളൂ കറിക്ക്. ഇപ്പോൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്താണ്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുത്ത് പിന്നെ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അടുപ്പ് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. പിന്നെ ഇതൊക്കെ ഒരു നല്ല കാര്യമാണല്ലേ. നമ്മളിപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും അതേപോലെ ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ നമ്മൾ കുറേ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണക്കാട്ടിലും നല്ലത് ഇതുപോലെയുള്ള വൃദ്ധസാധനങ്ങൾക്കും അതേപോലെ അനാഥാലയത്തിക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് എന്താണോ കൊടുക്കാൻ കഴിയുന്നത് വെച്ചാൽ അത് കൊടുത്ത് ഓരോ കൂടെ നമ്മളും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പോരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, മനസ്സിന് ഒരു സംതൃപ്തിയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം അത് കണ്ട് വേറെ ആളുകളും അനുകരിക്കുമ്പം അതിനുള്ള കൂലിയൊക്കെ നമുക്ക് പഠിച്ചു തരൂലേ. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് പിന്നെ അപ്പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു 3-4 അല്ലി എടുത്തിട്ടുള്ളൂ. ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തിന്. അതിട്ട് തേങ്ങ ഇട്ടുകൊണ്ട് വഴറ്റിയെടുക്കുകയാണ്. തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അത് ഇളക്കി കൊടുക്കാൻ മഞ്ജുമോളുണ്ട് കേട്ടോ എൻ്റെ ഒപ്പം. അപ്പോൾ അതോള് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മൾ ചിക്കൻ കറിയൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ നല്ലോണം വെട്ടി തിളച്ച് ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ അത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ കറി പത്തിരിക്ക്, പൊറോട്ടക്ക്, അതേപോലെ പിന്നെ നൂൽപുട്ടിന് അതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. അങ്ങനെ കിഴങ്ങും ചേർത്ത് കൊടുത്തു. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കിഴങ്ങൊക്കെ നല്ലോണം വേവട്ടെ. അപ്പോൾ ഇവിടെ ഉരുളിയിൽ തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മഞ്ജുമോൾ ഇവിടെ ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി 10:30 കഴിക്കണം കേട്ടോ സമയം. പിന്നെ കുറേ പാത്രങ്ങളുണ്ട് ഇനി കഴുകാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ പോയിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. തേങ്ങ വറുത്ത് ഇപ്പോൾ ഞാൻ അരച്ച് വെക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അരച്ചത്. പിന്നെ രാവിലെയാണ് നമ്മൾ കറിയൊക്കെ റെഡിയാക്കുമ്പോഴാണ് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലേക്കും കുറേശ്ശെ പൊടികളൊക്കെ ചേർത്തുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ചിക്കൻ കറി ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ വെന്ത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. തേങ്ങ വറുത്തതും ഞാൻ അരച്ചെടുത്തു. അങ്ങനെ പിന്നെ കുറച്ച് നേരം പോയി കിടന്നുറങ്ങിയിട്ടോ. പിന്നെ ഒരു 3 മണിയാകുമ്പോഴാണ് കിച്ചണിക്ക് വരുന്നത്. 3 മണി 3:15 ആയിക്കണ്. അപ്പോൾ ആദ്യം നമ്മൾ പാലപ്പത്തിൻ്റെ മാവൊന്ന് തുറന്നു നോക്കി. അപ്പോൾ മാവൊക്കെ നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ രാത്രിയിൽ തന്നെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പിടാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ആദ്യം ആ ചെറിയ പാത്രത്തിലത്തെ മാവ് കൊണ്ടുള്ള പാലപ്പം ചൂടാന്ന് വിചാരിച്ചു. പിന്നെ അതിൽ കഴിയുന്നതിനനുസരിച്ച് വലിയ ചെമ്പെന്ന് അങ്ങനെ കുറേശ്ശെ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അവിടെ പാലപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ വെച്ച് പിന്നെ ക്യാമറ ഓണാക്കാൻ മറന്നു പോയിട്ടോ, പാലപ്പം ചുറ്റിച്ചെടുത്തത്. പിന്നെ നോക്കുമ്പോഴാണ് ക്യാമറ ഓണാക്കിയിട്ടില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ഓരോ തവി മാവ് ഒഴിച്ചാണ്ട് അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ചട്ടിയും കൂടി ഉണ്ടല്ലോ, പാലപ്പത്തി ചട്ടി. അപ്പോൾ ആ ചട്ടി അപ്പുറത്ത് അടുപ്പത്തും വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ എളുപ്പമായിക്കോളൂ. നമുക്ക് 150 ചുട്ടെടുക്കണ്ടേ.
ഇനിയിപ്പോൾ ഗ്യാസും തന്നെ തീരാനായിട്ടുണ്ട്, വേറെ കുറ്റിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ വിറകടുപ്പത്തേക്ക് പോകേണ്ടി വരും. എന്തായാലും കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ പാലപ്പം ചുട്ടിൽ കഴിഞ്ഞാൽ മതിയേനിന്ന് ഇങ്ങനെ വിചാരിച്ച് അപ്പം ചുട്ടെടുക്കുകയാണേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് കേട്ടോ. ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതന്നെയാണ് പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കലൊക്കെ. അപ്പോൾ നല്ല സോഫ്റ്റ് കഴിക്കാനും അതേപോലെ കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ്. നല്ലതാണ് കണ്ടോ, നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി അപ്പമാണ് കേട്ടോ. അങ്ങനെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്ത് അടുപ്പത്തും ചട്ടി വെച്ചിട്ടുണ്ട്, അവിടെയും മാവ് ഒഴിച്ചുകൊണ്ട് അവിടുത്തും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പം എളുപ്പമായിക്കോളും. അല്ലെങ്കിൽ ഓരോന്നോരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ആവൂല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ 7 മണിയാകുമ്പോഴത്തേന് കൊടുക്കണം എന്നുള്ളത്. അപ്പോഴത്തേനൊക്കെ വേഗം അങ്ങനെ അപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരും മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അവർ സൗദിയിലേനിട്ടോ. സൗദിയിൽ നിന്ന് എന്താ പറയുക സ്ട്രോക്ക് വന്നതാണ്. സ്ട്രോക്ക് വന്നിട്ട് പിന്നെ നാട്ടിലേക്ക് പോന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. പിന്നെ അവിടുന്ന് അതേപോലെ ഓപ്പറേഷൻ വേണം പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തു. ഒക്കെ ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടില്ല മരിക്കുന്നൊന്നും. നമ്മളങ്ങനെയാണല്ലോ ചിന്തിക്കുക, അസുഖം ഭേദമാവും മാറും എന്നുള്ളതല്ലേ ചിന്തിക്കുക. അപ്പോൾ എന്തായാലും മരിച്ചുപോയി. പിന്നെ 2 പെൺകുട്ടികളാണ്. പിന്നെ മൂന്നാമത്തത് ഇപ്പോൾ അവൾ ഗർഭിണിയാണ്. അങ്ങനെ കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമമായി പോയി. അപ്പോൾ എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ. പിന്നെ ഫോട്ടോ കാര്യങ്ങളൊന്നും ഞാൻ അതിൽ വെക്കണില്ല, കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം വരികയാണ്. അപ്പോൾ ഫോട്ടോ ഒന്നും വെക്കണില്ല കേട്ടോ. ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ നമ്മൾ നമ്പറൊക്കെ കയ്യിലുള്ളവർക്കൊക്കെ അറിയാം ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ചുകൊണ്ട്. എന്തായാലും ഓരോ കുടുംബത്തിന് പഠിച്ചോ മറവി കൊടുക്കട്ടെ, അല്ലാതെ ഇപ്പം എന്താവില്ലേ നമ്മൾ പറയാം. ഓരോ വലിയ കുട്ടി നമ്മൾ ഐഫക്കുട്ടിൻ്റെ ഒപ്പമുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയാണ് വേറൊരു കുട്ടിയുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ ഗർഭിണിയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും പഠിച്ച റബ്ബ് സ്വർഗത്തിലാക്കി കൊടുക്കട്ടെ, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബത്തിന് പഠിച്ച മറവിയും കൊടുക്കട്ടെ. അപ്പം അപ്പൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഈ ചൂടോട് ഇങ്ങനെ കൂടിയിട്ട് ഒക്കെ കൂടെ അങ്ങനെ ഒരുമിച്ചാണ് ഇടുമ്പോഴേ ചിലപ്പോൾ അങ്ങനെ ഒട്ടി പിടിക്കുക ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചൂടാറുന്നത് വേറെ പാത്രത്തേക്ക് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 120 പാലപ്പം ചുട്ടെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ അടുപ്പ് കൊണ്ടും കത്തിച്ചുകൊണ്ട് നമ്മൾ കറി അടുപ്പത്ത് വെച്ചിനി. പിന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിനി എന്നുള്ളത്. അങ്ങനെ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് പച്ചത്തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ. പച്ചത്തേങ്ങ അരച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്താണ്. പച്ചത്തേങ്ങയും കൂടെ ചേർക്കണം കേട്ടോ. കുറച്ച് വെറും തേങ്ങ വറുത്തത് മാത്രം ആവരുത്. കുറച്ച് പച്ചത്തേങ്ങയും കൂടെ അരച്ച് ചേർക്കണമെങ്കിൽ കറിക്ക് ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെയൊക്കെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തൂമിച്ചെടുത്താൽ മതി. അപ്പം അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ആ പാലപ്പൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കറി തൂമിക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 20 പാലപ്പം കൂടെ നമുക്ക് വേണ്ടീനി. പിന്നെ ബാബും എണീറ്റ് വന്നിട്ടുണ്ടായിനി. അപ്പോൾ അപ്പൊക്കെ എണ്ണി നമുക്ക് കൊടുക്കാനുള്ള പാത്രത്തേക്കൊക്കെ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ കറി തൂമിക്കാനുള്ള ചെറിയ ഉള്ളിയൊക്കെ രാത്രിയിൽ തന്നെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അത് അരിഞ്ഞെടുക്കാനൊക്കെ ഉള്ളേനും. അപ്പോൾ ഈ പാലപ്പൊക്കെ ചുടുന്നതിൻ്റെ ഇടയിൽ പിന്നെ അതും ഞാൻ അരിഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇതാട്ടോ കറി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തൂമിച്ച് കഴിഞ്ഞാൽ കറിൻ്റെ കാര്യം ആയി. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകൊക്കെ തൂമിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഒന്ന് അടച്ചു വെക്കട്ടെ. എന്നിട്ട് കറിക്ക് നല്ലോണം ഫ്ലേവറൊക്കെ ഉണ്ട് ഇറങ്ങട്ടെ. എന്നിട്ട് നമുക്ക് കൊടുക്കാനുള്ള പാത്രത്തേക്ക് ആക്കി വെക്കട്ടോ. അങ്ങനെ കുറച്ച് നേരം അത് അടച്ചു വെച്ചിട്ടുണ്ടതിന് ഇനി നമുക്ക് കൊടുക്കാനുള്ള പാത്രത്തേക്ക് ആക്കി വെക്കാം. അതേപോലെ പാലപ്പം പാവും പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അപ്പത്തിൻ്റെ കുറവുണ്ടായിന് കേട്ടോ. കുറവുണ്ടായിന് പറഞ്ഞാൽ ലാസ്റ്റത്തെ അപ്പമായപ്പോൾ ഒരു 4-5 അപ്പം ഒരു റെഡി ആവാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ വേഗം കുറച്ച് നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് എന്തായാലും ഞങ്ങൾക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണം. അപ്പോൾ ഒരു 5 നൂൽപുട്ട് അതിൽ നിന്ന് എടുത്തിട്ട് അത് വെച്ചു കേട്ടോ അതിന് പകരമായിട്ട്. പിന്നെ കറിയൊക്കെ പാത്രത്തിലാക്കി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട് പഠിച്ചോനെ. അതാണ് നമ്മളെ സ്റ്റവ് കണ്ടങ്ങൾ, സ്റ്റവ് പാലപ്പം 2 അടുപ്പിലും ചൂടല്ലേനു. അങ്ങനെ എന്തായാലും ഒരു വന്നപ്പോഴത്തേന് ഫുഡൊക്കെ റെഡി ആയിട്ടോ. പിന്നെ പാത്രം കഴുകലും കഴിഞ്ഞു. പിന്നെ സ്റ്റവൊക്കെ ക്ലീനാക്കി. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയും കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പിന്നെ ഒരു ഫുഡൊക്കെ
റിട്ടേൺ വന്നത് കേട്ടോ, കൊടുത്താണ്ട് റിട്ടേൺ വന്നത്. അങ്ങനെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. പിന്നെ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങും. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വീഡിയോസ് എടുക്കാൻ നിന്നാൽ നേരത്തെ എൻ്റെ പണി കഴിയൂല. അപ്പോൾ ഞാൻ രാത്രി ഉറക്കമൊഴിച്ചാലും പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങും. അല്ലെങ്കിൽ നമുക്ക് ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ. റൂമൊക്കെ ഇരുട്ടാക്കും കേട്ടോ ഇനി. അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അപ്പോൾ കർട്ടണൊക്കെ ഇട്ടാണ്ട് നല്ലോണം ജനലൊക്കെ അടച്ച് ഇരുട്ടാക്കൂട്ടോ. വെളിച്ചം വന്നാൽ ഉറക്കം വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.